കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണാണ് വലിയ അപകടം അവിടെ ഉണ്ടായത്. സ്കൂൾ ബസ്സടക്കം 4 വാഹനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടു. ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ പ്രതിഷേധവും ആരോപണങ്ങളൊക്കെ അവിടെ നിന്നും ഉയർന്നു വരികയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നു. അവിടെ നേരത്തെ തന്നെ സുരക്ഷാ ഓഡിറ്റ് ഈ പറയുന്നതുപോലെ 6 വരിപ്പാതയിലുടനീളം വേണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അടക്കം. പക്ഷേ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന കാര്യം വെളിപ്പെടുന്നു എന്നാണ് KC വേണുഗോപാൽ അല്പസമയം പ്രതികരിച്ചത്. അരുൺരാജ് തുടരുന്നു. അരുൺ, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വാഹനങ്ങൾ അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല അവയുടെ കിടപ്പ് എന്ന് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും അവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് എന്ന് കൃത്യമായി വിലയിരുത്തപ്പെടണം. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡിനടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തവുമാണ്. ഭീതിയോടല്ലാതെ അവിടെ ഉള്ളവർക്ക് കഴിയാൻ കഴിയുകയില്ല. അപ്പോൾ എന്താണ് അധികൃതർ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ആ റോഡ് ഇത് സർവീസ് റോഡാണ്. ഇതുവഴിയാണ് ഇപ്പോൾ ഗതാഗതം നടത്തിക്കൊണ്ടിരുന്നത്. ഈ റോഡിന്റെ താഴ്വശം ഇപ്പോൾ പൂർണ്ണമായും മണ്ണിടിഞ്ഞ് മാറി വെള്ളമാണ് ഇതിലൂടെ ഇപ്പോൾ ജലവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഒഴുകുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തുടർന്നും വീണ്ടും ഈ ഭാഗം ഇടിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ആശങ്ക. അത് ദേശീയപാത അതോറിറ്റിയുമായി പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഭാഗം പൂർണ്ണമായും ഒരു വശത്തേക്ക് ചരിഞ്ഞുകൊണ്ട് ആണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അത് ആ ആഘാതം തന്നെയാണ് ഈ സർവീസ് റോഡ് ഇത്തരത്തിൽ തകരാൻ കാരണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിവിടെ മാത്രമല്ല, ഇതിന് സമീപത്തെ പോസ്റ്റുകൾ, സമീപത്തെ ഭൂമി അടക്കം പൂർണ്ണമായും ഇടിഞ്ഞു താന്നിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന് മുകളിലൂടെ നിർമ്മിച്ച ഒരു ചെറിയ കലിങ്ക് പോലുള്ള ഭാഗമാണ്. അത് പൂർണ്ണമായും വേർപെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഒരുപക്ഷെ തുടർന്ന് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇത്തരത്തിൽ ഈ ഭാഗം, കലിങ്കിന്റെ ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് മാറിയിരിക്കുകയാണ്. ഈ തൊട്ടുപുറത്ത് ഇതിന്റെ DPR അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക, വലിയ പരാതി നാട്ടുകാർ ഉന്നയിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും പിന്നീട് ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ ആരോപിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ MLA മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് നിലവിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. ഒരു പക്ഷേ കളക്ടർ അടക്കമുള്ളവർ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അപകടത്തിന്റെ കാരണം അത് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ഇഘട്ടത്തിൽ അറിയേണ്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ഭാഗം അത് സ്ലോപ്പ് പോലെ ആയി മാറിയിരിക്കുകയാണ്. ഈ റോഡ് അത് റോഡ് രണ്ടായി വിണ്ടുകീറി, സർവീസ് റോഡ് പൂർണ്ണമായും വിണ്ടുകീറി. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപക്ഷെ ആ വാഹനങ്ങൾ അവിടെ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടെ വാഹനങ്ങൾ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന അപകടം അത് വളരെ വലുതാകുമായിരുന്നു. ആ റോഡിന്റെ ഇടിഞ്ഞ് ആ ഭാഗത്തേക്കാണ് പല വാഹനങ്ങളും എത്തുന്നത്. നമ്മളോട് സംസാരിച്ച ഡ്രൈവർ പറഞ്ഞതുപോലെ വലിയ ശബ്ദം കേട്ട ഉടൻ വാഹനം നിർത്തി കുട്ടികളെ അടക്കം അവിടെ നിന്ന് മാറ്റാനാണ് ആദ്യം ശ്രമിച്ചത്. പിന്നെ അപ്പോഴേക്കും വാഹനം ഒരു സൈഡ് കൊണ്ട് ഇരുത്തിപ്പോയിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ വാഹനത്തിൽ വന്ന ഇതിന്റെ ഡ്രൈവർ, ആ വീട്ടമ്മ നമ്മളോട് സംസാരിച്ചതാണ്. അവരും പറഞ്ഞത് അതേ വസ്തുതയാണ്. റോഡിൽ നിന്ന് വലിയ ശബ്ദം കേട്ടു. ആദ്യഘട്ടത്തിൽ വാഹനത്തിന്റെ പ്രശ്നമാണെന്ന് കരുതിയാണ് വാഹനം സ്ലോ ചെയ്യുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് റോഡ് പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴേക്കും അവർ ആ വാഹനം നിർത്തി അവിടെ നിന്ന് ഓടിപ്പോകാനാണ് ആദ്യം ശ്രമിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും അവരുടേതായ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റു പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതിരുന്നത്. അല്ലെങ്കിൽ അതിന്റെ തോത്, അതിന്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം അത് പൂർണ്ണമായും ഒരു സ്ലോപ്പ് കണക്കെ ആയിട്ടുണ്ട്. കാരണം സർവീസ് റോഡാണ്. ഈ 5:15 അപകടം നടന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂറിലധികം പിന്നിടുന്നുണ്ട്. സ്ഥലത്തേക്ക് കളക്ടറോ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരോ ആരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല. കാരണം ഇത്തരത്തിൽ ഒരു അപകടം നടന്നു നാട്ടുകാർ ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ പരാതി പറഞ്ഞതാണ്, ഈ പരാതി അടക്കം ബോധിപ്പിച്ചതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച MLA അടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ ആശങ്ക പലപ്പോഴായി പല ഘട്ടത്തിൽ ഇതിന്റെ ഉദ്യോഗസ്ഥരുമായി എല്ലാം സംസാരിച്ചു. പക്ഷേ ഇത് പരിഹരിക്കുന്നതിനോ ഇതിലെന്തെങ്കിലും നടപടി എടുക്കുന്നതിനോ ഒരാളുടെയും ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. അരുൺ, അത് തന്നെയാണ് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ രീതിയിലുള്ള 6 വരിപ്പാത ദേശീയപാത നിർമ്മാണം, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ, ആക്ഷേപങ്ങൾ, ഭീതികൾ അത് പലയിടങ്ങളിലായി ഉയർന്നു വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ ദുർബലമായ മണ്ണുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം അത് ഈ രീതിയിൽ നടക്കുന്നത് അശാസ്ത്രീയമാണ് എന്ന ആക്ഷേപങ്ങളും പരാതികളും ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ഇത്തരത്തിൽ നിർമ്മാണവുമായി NHAI മുന്നോട്ട് പോകുന്നത്. അതിൽ എന്താണ് ഒരു വിശദീകരണം, അതിൽ എന്ത് വിശദീകരണം കൊണ്ടാണത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് ഇപ്പോഴും അറിയില്ല. കൂരിയാട് സംഭവിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടതാണ് ഇനി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകില്ല, അതിനു വേണ്ട എല്ലാ മുൻകരുതലും സ്വീകരിക്കും എന്നൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷേ വീണ്ടും ഒരു അപകടം, അതും തലനാരിഴയ്ക്കാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അരുൺ, തീർച്ചയായും പ്രജിൻ
മഹാഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. കാരണം അത്രത്തോളം തിരക്കുണ്ടാകുന്ന ഒരു പാതയാണ്, ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വാഹനങ്ങൾ എപ്പോഴും എത്തിച്ചേരുന്ന സ്ഥലമാണ്. നമ്മൾ ഇതുവഴി തുടർച്ചയായി സഞ്ചരിക്കുമ്പോൾ അറിയാം. കാരണം ഈ വലിയ ബ്ലോക്ക് എപ്പോഴും ഇവിടെ അനുഭവപ്പെടാറുണ്ട്. കാരണം ഈ ഭാഗത്തൊക്കെ അത്തരത്തിൽ ചെറിയ റോഡിലൂടെ വാഹനങ്ങൾ വരിവരിയായി ഇങ്ങനെ വന്ന് ഈ ഭാഗം കടന്നു പോകണമെന്ന് പലപ്പോഴും നമ്മൾ ഇവിടെ എത്തുമ്പോൾ ആഗ്രഹിക്കാറുണ്ട്. കാരണം അത്രത്തോളം ബ്ലോക്ക് ഈ ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്നു. പക്ഷേ ഇന്ന് എന്തോ മഹാഭാഗ്യം കൊണ്ടാണ് അത്തരം വലിയ രീതിയിൽ വാഹനങ്ങൾ ഇവിടെ ഉണ്ടാകാതിരുന്നത്. ഇതൊരു പോസ്റ്റാണ്, ഈ സർവീസ് റോഡിന്റെ സൈഡിൽ നിന്നൊരു പോസ്റ്റാണ്. ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു താന്നു അടിവശത്ത് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഈ പോസ്റ്റ് റോഡിലേക്ക് മാറുന്നുണ്ട്, റോഡിലേക്ക് തന്നെ ചാഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ തുടരുന്നത് അപകടം ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് ഇക്കട്ടത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അപകടത്തിന്റെ സാധ്യതയുണ്ട്, ഇവിടെ നിന്ന് മാറണമെന്ന നിർദ്ദേശം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. സാധ്യതയുണ്ട്, ഇനി മാറുക, പെട്ടെന്ന് മാറുക, അത് ഇനിയും ഇടിയും, നിങ്ങൾ മാറുക, പെട്ടെന്ന് മാറ്. പെട്ടെന്ന് ഈ ഭാഗത്തു നിന്ന് മാറണം. ആവർത്തിച്ച് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം റോഡിന്റെ ഒരു വശം ഈ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും ഇടിഞ്ഞു മാറിയിരിക്കുകയാണ്. ഇനിയും തുടർ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശത്ത് തന്നെ മാറണം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കാരണം അപ്പുറത്തെ സൈഡും ഇതുമായി ബന്ധപ്പെട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മുൻകരുതൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.